ഹലോ ഡിയേഴ്സ്, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2 to 3 ഇയർ ഫുഡ് റൂട്ടീൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കുക. ഈ രണ്ട് റുട്ടീനും തന്നെ നമുക്ക് 2 to 3 ഇയേഴ്സ് ഞങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ളതാണ്. 2 to 2.5 വരെ ഫോളോ ചെയ്ത റുട്ടീനാണ് നമ്മൾ പാർട്ട് 1 കണ്ടത്. 2.5 to 3 ഇയർ നമ്മൾ ഫോളോ ചെയ്ത റുട്ടീനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് റുട്ടീനായി പോയത് എന്നുള്ള റീസൺ ഞാൻ ഫസ്റ്റ് പാർട്ടിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്നാലും വേഗം ഒന്ന് പറയാം. ഞങ്ങളുടെ മോളെ 2 to 2.5 ഇയർ സമയത്ത് ഞങ്ങൾ ഒരു പ്ലേ ഗ്രൂപ്പിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്കൂൾ റുട്ടീനും അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുന്നതിൻ്റെ ഒരു പാറ്റേണും ഒക്കെ എന്ന് പറയുന്നത് 2 to 2.5 ഒരു രീതിയിലും 2.5 കഴിഞ്ഞ് നമ്മുടെ ലോക്ക്ഡൗൺ ഒക്കെ ആയപ്പം സ്കൂൾ ഒക്കെ ക്ലോസ് ചെയ്തല്ലോ. അപ്പോൾ ആ സമയത്ത് എഴുന്നേൽക്കുന്നതിൻ്റെ സമയമൊക്കെ മാറി. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു റുട്ടീനിലേക്ക് സ്വിച്ച് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. കാരണം ആ ഒരു റുട്ടീൻ തന്നെ നമുക്ക് നേരത്തെ എഴുന്നേൽക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇനി സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് ഈ ഒരു 2 to 3 ഇയർ പീരിയഡിൽ ഫോളോ ചെയ്യാവുന്നതാണ്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യുക. അപ്പോൾ എന്നാൽ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പീരിയഡിൽ, അതായത് 2.5 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയി, ഞങ്ങളുടെ എല്ലാവരുടെയും റുട്ടീനിൽ അത് നല്ലൊരു ഡിഫറൻസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഉറങ്ങുന്ന സമയമായാലും ലേറ്റായിട്ടാണ്, എഴുന്നേൽക്കുന്ന സമയമായാലും കുറച്ച് ലേറ്റായിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മോളുടെയും റുട്ടീനിൽ അത് നല്ലൊരു ഇൻഫ്ലുവൻസ് വരുത്തിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ടൊരു 8 to 8:30 ഈ ഒരു പീരിയഡിൽ എഴുന്നേറ്റിരുന്നത്. എഴുന്നേറ്റ ഉടനെ നമ്മൾ പല്ലൊക്കെ തേച്ച് റെഡിയായ ശേഷം ആദ്യം ചെയ്തിരുന്ന ആൽമണ്ട്സ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആൽമണ്ട്സ് അല്ലെങ്കിൽ ബദാം എന്ന് പറയുന്നത് തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കാറുണ്ടായിരുന്നു. അതിലൊരു 2 or 3 ആൽമണ്ട്സ് ഇതുപോലെ പീൽ ചെയ്ത് കഴിക്കാനായിട്ട് വലിയ ഇഷ്ടമാണ്. തന്നെ പീൽ ചെയ്ത് കഴിക്കാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്യാനൊക്കെ മറന്നു പോവുകയാണെങ്കിൽ മാത്രം ഈ ഒരു റുട്ടീൻ ഇല്ലായിരുന്നു. അല്ലാതെ മിക്ക ദിവസങ്ങളിലും ഇത് ഫോളോ ചെയ്തിരുന്ന ഒന്ന് തന്നെയാണ്. ആൻഡ് ഇത് തന്നെ പീൽ ചെയ്ത് കഴിക്കുന്നത് കുട്ടികളുടെ ആ ഒരു ഫൈൻ മോട്ടോർ സ്കിൽസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ കഴിയുന്നത് നമ്മുടെ വീട്ടിലുള്ള ഇതുപോലത്തുള്ള കാര്യങ്ങളിൽ കുട്ടികളെയും കൂടി ഇൻവോൾവ് ചെയ്യിക്കുകയാണെങ്കിൽ അവരുടെ ഒരുപാട് മോട്ടോർ സ്കിൽസ് വളരാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ അത് കഴിച്ച ശേഷം ചില ദിവസങ്ങളിൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള ചവനപ്രാശം ഒരു ചെറിയ സ്പൂൺ കഴിച്ചിരുന്നു. അപ്പോൾ ഇത് ഹോം മെയ്ഡ് ആയിട്ടുള്ള ചവനപ്രാശമാണ്. ഞാൻ എടുത്ത് പറയാനുള്ള കാരണം, നമ്മൾ പുറത്തുനിന്ന് ചവനപ്രാശം വാങ്ങുകയാണെങ്കിൽ ഒരുപാട് ഹെർബ്സ് ഒക്കെ ചേർത്തിട്ടായിരിക്കും അത് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സ്പൈസസും പിന്നെ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മുടെ നെല്ലിക്കയും ഉപയോഗിച്ച് തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ മെയിനായിട്ട് ഉണ്ടാക്കുന്നത് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഹസ്ബൻഡ് കഴിക്കുന്നത് കണ്ടിട്ടാണ് മോള് കഴിച്ചു തുടങ്ങിയത്. ആഴ്ചയിൽ 1 or 2 ഡേയ്സ് മാത്രമേ ആളിത് കഴിക്കാറുള്ളൂ. വേണ്ടാന്ന് പറയുന്ന ദിവസങ്ങളിൽ നമ്മളങ്ങനെ നിർബന്ധിക്കാറൊന്നുമില്ല. വേണം എന്ന് പറയുന്ന ദിവസങ്ങളിൽ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആഴ്ചയിൽ മേ ബി 1 or 2 ഡേയ്സ് കഴിക്കും, അത്രയേ ഉള്ളൂ. ഇതൊരു വളരെ റെഗുലർ ആയിട്ടുള്ള റൂട്ടീനാണെന്ന് പറയാൻ പറ്റില്ല. എന്താ കഴിക്കണേ ബാബു? ചവനപ്രാശാണോ? കൊള്ളാമോ? അത് കഴിഞ്ഞാൽ ഏതാണ്ടൊരു 9-9:30 സമയത്താണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ്. ദോശ, ഇഡ്ഡലി അങ്ങനത്തെ ഒക്കെ ഭക്ഷണങ്ങൾ തന്നെയാണ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാനിപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ചിലരെങ്കിലും കമൻസിലൊക്കെ ചോദിക്കാറുണ്ട്, വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും മോൾ കഴിക്കാറുണ്ടോ എന്നൊക്കെയുള്ളത്. അപ്പോൾ മോൾക്ക് ഒരുപാട് പ്രിഫറൻസസ് ഉണ്ട്. അതായത് നമ്മളുണ്ടാക്കുന്ന ഇപ്പോൾ ദോശ, ഇഡ്ഡലിയൊക്കെ ഇഷ്ടമാണ് എന്ന് വെച്ച് അപ്പവും ഇടിയപ്പവും ഒന്നും ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അപ്പവും ഇടിയപ്പവും ഒക്കെയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ആളത് കഴിക്കാറേ ഇല്ല. അപ്പം അങ്ങനെ ഒരുപാട് പ്രിഫറൻസസ് ഉണ്ട്. ഇഷ്ടമുള്ള ഭക്ഷണങ്ങളാണെങ്കിൽ മാത്രമേ കഴിക്കാറുള്ളൂ, അല്ലെങ്കിൽ കഴിക്കാനായിട്ട് മടി കാണിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഭക്ഷണങ്ങളാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതായത് മോൾക്ക് ഇഷ്ടമുള്ളത് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൻ്റെ റീസൺ എനിക്കും ജോലി കുറവാണ്, മോളെ കഴിപ്പിക്കാനാണെങ്കിലും എളുപ്പമാണ്.
അപ്പോൾ ആ ഒരു രീതിക്കാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ദോശ വളരെ ഇഷ്ടമുള്ള ഒരു ഭക്ഷണമാണെങ്കിലും ഒരു സമയം തൊട്ടിട്ട് ദോശ കഴിക്കാനായിട്ട് കുറച്ച് മടി കാണിച്ചു തുടങ്ങി. അപ്പോൾ ഞാനൊരു ട്രിക്കായിട്ട് ഉപയോഗിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ദോശ തന്നെ പല ഡിഫറെൻറ്റ് ഷേപ്സിൽ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അത് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് കൊണ്ട് തന്നെ ആൾക്ക് ആ ഒരു സമയത്ത് വളരെ ഫേവറേറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു ബുക്കാണ് ദ ഹംഗ്രി കാറ്റർപില്ലർ. നമ്മുടെ ബുക്സിൻ്റെ വീഡിയോയിൽ ഞാൻ ഈ ബുക്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ കാറ്റർപില്ലറിനെ പോലെ ഷേപ്പിൽ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ബട്ടർഫ്ലൈനെ പോലെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡക്കിനെ പോലെ വേണം. അങ്ങനെ ആ ഒരു ഫോട്ടോസൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതുപോലെ പല ഷേപ്സിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് തന്നെ ആൾ ഭക്ഷണം കഴിക്കാനായിട്ട് അധികം മടി കാണിച്ചിരുന്നില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അതുപോലെ തന്നെ കൊടുത്തിരുന്നത് ഒരു ഗ്ലാസ് പാലാണ്. പാല് ഈ ഒരു പീരീഡ് വരെ എനിക്ക് ഒന്നും ചേർക്കാതെ, അതായത് പാല് മാത്രം, തിളപ്പിച്ച പാല് കൊടുക്കുകയാണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് കുടിച്ചിരുന്നു. പക്ഷേ 2.5 ഇയേഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ തന്നെ പാല് മാത്രമായിട്ട് കുടിക്കാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ അതിനുശേഷം ഞാനിങ്ങനെ പല രീതിയിലുള്ള ഹെൽത്ത് ഡ്രിങ്ക്സ് ആയിട്ട് കൊടുക്കാറുണ്ട്. ഹെൽത്ത് ഡ്രിങ്ക് പൗഡേഴ്സ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്, അങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട്. അല്ലെങ്കിൽ റാഗി മോൾട്ട് പോലത്തെ, റാഗി മോൾട്ടിൻ്റെ വീഡിയോ ഞാൻ വളരെ റീസെൻ്റായിട്ട് പോസ്റ്റ് ചെയ്തതാണ്. അപ്പം അങ്ങനത്തെ ഡ്രിങ്ക്സ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതൊക്കെയാണെങ്കിൽ കുടിക്കാനായിട്ട് വലിയ മടി കാണിക്കാറില്ല. അത് കഴിഞ്ഞുള്ള സമയം എന്ന് പറയുന്നത് ആക്ടിവിറ്റി സമയമാണ്. ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു മോണ്ടെസറിയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ലോക്ക്ഡൗൺ ആയപ്പോഴത്തേക്കും സ്കൂൾസൊക്കെ അടച്ചു, എന്നാലും ഒരു ഓൺലൈൻ സെഷൻ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു. അതായത് ദിവസവും ഒരു അരമണിക്കൂർ ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ പോലെ അവർ ചെയ്യാറുണ്ട്. ആ ഒരു സമയത്ത് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസൊക്കെ അവർ പറയാറുണ്ട്, അല്ലെങ്കിൽ ഹോംവർക്കായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടെസറി മെറ്റീരിയൽസ് അവർക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ റെപ്ലിക്ക പോലെ നമ്മളെ കൊണ്ട് വീട്ടിൽ പല ആക്ടിവിറ്റീസും അവർ റീക്രിയേറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ അവർ തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരും, ഈ ദിവസം ഈ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുക എന്നൊക്കെ ഉള്ളത്. അത് ചെയ്യുന്നതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാലുള്ള ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 11:30 ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ മിഡ് മോർണിംഗ് സ്നാക്ക് കൊടുത്തിരുന്നത്. ഇത് വളരെ ലൈറ്റായിട്ടുള്ള ഒരു സ്നാക്കാണ് ഈ ഒരു പീരിയഡിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നാമത് ലേറ്റായിട്ടാണ് കഴിക്കുന്നത്, മാത്രമല്ല അപ്പോൾ അധികം വിശപ്പുണ്ടാവാറില്ല. അപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ കൊടുത്തിരുന്ന ലെമൺ ജ്യൂസാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സീസണായിട്ടുള്ള ഫ്രൂട്ട്സ് കൊണ്ടുള്ള ഡ്രിങ്ക്സ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു പീരീഡിൽ ഏപ്രിൽ മെയ് ഒക്കെ സമയമായിരുന്നു, അപ്പം ഒരുപാട് മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റോ മാംഗോ ജ്യൂസ് കൊടുത്തിട്ടുണ്ട്, വാട്ടർമെലൻ്റെ ജ്യൂസ് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള. പിന്നെ ഇൻ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് മോൾക്ക് ഇഷ്ടമല്ലാത്ത ഭക്ഷണമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്, അത് കഴിച്ച ക്വാണ്ടിറ്റി വളരെ കുറവാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള സ്നാക്സ്, ഫോർ എക്സാമ്പിൾ ഫ്രൂട്ട്സ്, ജസ്റ്റ് ഇപ്പോൾ പഴമോ അല്ലെങ്കിൽ ഓറഞ്ച് ഉണ്ടെങ്കിൽ ഓറഞ്ച്, അങ്ങനെ ഏതെങ്കിലും ഫ്രൂട്ട്സ് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ അത് കൊടുക്കും. അത് ടോട്ടലി ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ കഴിച്ചിരുന്നു എന്നുള്ളത് വെച്ചിട്ടാണ്. പിന്നെ വീട്ടിൽ തന്നെയായിരുന്നു നമ്മൾ ലോക്ക്ഡൗൺ ആ ഒരു സമയത്ത്, അപ്പോൾ എനിക്ക് പ്ലാൻ ചെയ്യാനായിട്ടും കൂടുതൽ എളുപ്പമായിരുന്നു. അത് കഴിഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ സെഷനാണ്, ഒരു ഹാഫ് ആൻ അവർ സെഷനാണ്, പക്ഷേ എല്ലാ ദിവസങ്ങളിലും എല്ലാ വീക്ക് ഡേയ്സിലും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഏതാണ്ടൊരു 1:30 സമയം ഒക്കെ ആകുമ്പോഴാണ് ലഞ്ച് കൊടുത്തിരുന്നത്. ലഞ്ചിന് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാലും ലഞ്ചിൻ്റെ കാര്യത്തിലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പിക്കി ആയിരുന്നു. അതായത് ചില സാധനങ്ങൾ മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ കഴിക്കാൻ വലിയ മടി കാണിച്ചിരുന്നില്ല. പക്ഷേ ഇഷ്ടമില്ലാത്ത ഭക്ഷണങ്ങളാണെങ്കിൽ ഒരുപാട് മടി കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കഴിയുന്നതും ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കറിയെങ്കിലും ഉണ്ടാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ദാൽ ഇഷ്ടമാണ്, അപ്പോൾ ദാല് പരിപ്പ് ഒക്കെ ആണെങ്കിൽ ചോറ് കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പല ദിവസങ്ങളിലും പറാഠാസ് ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന തോരൻ അല്ലെങ്കിൽ മെഴുക്കുവരട്ടി വലിയ താല്പര്യം അങ്ങനെ കാണിക്കാറില്ലായിരുന്നു കഴിക്കാനായിട്ട്. ചില വെജിറ്റബിൾസ് ഇപ്പം ലേഡീസ് ഫിംഗർ ഒക്കെ ആണെങ്കിൽ കഴിക്കുമായിരുന്നു, അല്ലാതെ നമ്മൾ തോരനൊക്കെ ആക്കുകയാണെങ്കിൽ കഴിക്കാൻ ഈ ഒരു സ്റ്റേജിൽ ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ദിവസങ്ങളിലും പല തരത്തിലുള്ള പറാഠാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ചില റെസിപ്പീസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്ക് പല റെസിപ്പീസും ഉടനെ തന്നെ ചെയ്യാം. പിന്നെ നോൺ വെജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നോൺ വെജ് കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. മുട്ടയാണെങ്കിലും മീനാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഇഷ്ടമാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചിക്കൻ വാങ്ങിക്കാറുണ്ടായിരുന്നു. മറ്റ് ദിവസങ്ങളിൽ പല ദിവസങ്ങളിലും മീൻ വാങ്ങാറുണ്ട്. മീൻ കറിയായിട്ട് ഇഷ്ടമല്ല, പക്ഷെ ഫ്രൈ ആക്കുകയാണെങ്കിൽ ഇഷ്ടമാണ്.
അപ്പോൾ ആ രീതിക്കാണ് നമ്മൾ നോൺ വെജ് ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. ലഞ്ചിനാണ് നോൺ വെജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചോറുണ്ടാക്കുമ്പം കറികളൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും തൈര് കൂട്ടി കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ കറികളൊന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിലും ഹോം മെയ്ഡ് ആയിട്ടുള്ള കേർഡ് എപ്പോഴും കരുതാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കുകയാണെങ്കിൽ മറ്റൊന്നും കഴിച്ചില്ലെങ്കിലും ചോറും തൈരും കഴിക്കാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു നാപ്പുണ്ട്. ലഞ്ച് കഴിഞ്ഞിട്ടൊരു നാപ്പുണ്ട്. ഏതാണ്ട് ഒരു 3 മണി സമയമൊക്കെ ആകുമ്പോഴാണ് ഉറങ്ങിയിരുന്നത്. ഒരു 1.5 to 2 മണിക്കൂർ ഉറങ്ങാറുണ്ട്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴാണ് ടി വി സമയം കൊടുത്തിട്ടുള്ളത്. ഒരു 1/2 hour to 1 hour കാണും. അപ്പോൾ ഈ ഒരു പീരീഡിൽ മാത്രമേ നമ്മൾ ടി വി ഓൺ ചെയ്യാറുള്ളൂ. ആ ഒരു സമയത്ത് മാത്രമേ ടി വി പെർമിറ്റഡ് ആയിട്ടുള്ളൂ, അത് മാത്രമേ കാണാറുള്ളൂ. ഈ സമയത്താണ് സ്നാക്സ് കഴിക്കുന്നത്. അപ്പോൾ സ്നാക്സ് ആയിട്ട് നമ്മൾ സാധാരണ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന റെസിപ്പീസൊക്കെ തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ പലതരത്തിലുള്ള പാൻ കേക്ക്സ് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ നാടൻ പലഹാരങ്ങളായ പഴംപൊരി, കൊഴുക്കട്ട ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കൊടുക്കാറുണ്ട്. അല്ല നമ്മൾ ബിസി ആയിട്ടുള്ള ഡേയ്സ് ആണ്, അന്ന് നമുക്ക് കുക്ക് ചെയ്യാനൊന്നും ആ ഒരു സമയത്ത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ വീക്കെൻഡ്സിലൊക്കെ നമ്മൾ ബിസ്ക്കറ്റ്സോ അല്ലെങ്കിൽ ചിപ്സോ അല്ലെങ്കിൽ മറ്റ് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലഡ്ഡൂസോ എന്തെങ്കിലും ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് കൊടുത്തിരുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പാല് കുടിച്ചിരുന്നു. പാല് എന്ന് ഞാൻ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹെൽത്ത് ഡ്രിങ്ക് വീട്ടിലുണ്ടാക്കുന്നത്, ഹോം മെയ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഹെൽത്ത് ഡ്രിങ്കും കഴിച്ചിരുന്നു. ഹെൽത്ത് ഡ്രിങ്ക് അല്ലെങ്കിൽ ചില ദിവസങ്ങളിലൊക്കെ ചോക്ലേറ്റ് മിൽക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ചോക്ലേറ്റ് മിൽക്കായിട്ട് നമ്മുടെ കൊക്കോ പൗഡർ ഉപയോഗിച്ച് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷെ എന്നാലും പുറത്തുനിന്ന് വാങ്ങുന്ന ഹെൽത്ത് ഡ്രിങ്ക്സ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞാൽ കളിക്കാനുള്ള സമയമാണ്. അപ്പോൾ ലോക്ക്ഡൗൺ ആയിരുന്ന ആ ഒരു ഇനീഷ്യൽ പീരിയഡിൽ നമ്മുടെ പ്ലേ ഏരിയ ഒക്കെ ക്ലോസ്ഡ് ആയിരുന്നു. ആ ഒരു സമയത്ത് എന്നാലും നടക്കാനായിട്ട് പോകുമായിരുന്നു. മാസ്കൊക്കെ വെച്ച് തന്നെയാണ് പോകുന്നത്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിന് ചുറ്റും ഒന്ന് നടക്കാനായിട്ട് പോകും, എന്നിട്ട് തിരിച്ചു വരുമായിരുന്നു. പിന്നെ പ്ലേ ഏരിയ ഒക്കെ തുറന്നു പതിയെ. ആ ഒരു സമയം തൊട്ട് പ്ലേ ഏരിയയിൽ പോയിട്ട് കളിക്കാനായിട്ട് പോകാറുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഡിന്നർ കഴിച്ചിരുന്നത്. ഡിന്നറിന് മിക്കവാറും ഈ ഒരു പീരീഡിൽ കുറുക്ക് തന്നെയാണ് കഴിച്ചിട്ടുള്ളത്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു കുറുക്ക്, ഓട്സ് കുറുക്കാവാം, അല്ലെങ്കിൽ നമ്മുടെ മന്നയുടെ ഹെൽത്ത് മിക്സ് നമ്മൾ വീഡിയോ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഹെൽത്ത് മിക്സിൻ്റെ കുറുക്കാവാം, അല്ലെങ്കിൽ റാഗി കുറുക്ക്, ഇതൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള കുറുക്കാണ് മെയിനായിട്ട് കഴിച്ചിരുന്നത്. പിന്നെ ചില ദിവസങ്ങളിൽ ചോറും മീനൊക്കെ ഉണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ ചോറും മീനും കഴിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് ഡിന്നറിന് കൊടുത്തിരുന്നത്. അപ്പം അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത്, മെയിനായിട്ട് ഏതൊരു മീലാണെങ്കിലും തന്നെ കഴിക്കാനാണ് നമ്മൾ മോളെ എൻകറേജ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മീലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും തന്നെ എടുത്ത് കഴിക്കും. അതായത് ആൾക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു പ്ലേറ്റ് ഉണ്ടാവും, നമ്മുടെ കൂടെ തന്നെ ഇരുന്ന് തന്നെ കഴിച്ചു തുടങ്ങും. ഇപ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണങ്ങളാണെന്നുണ്ടെങ്കിൽ പല ദിവസങ്ങളിലും തന്നെ മീൽ ഫിനിഷ് ചെയ്യാറുണ്ട്. പക്ഷേ ചില ദിവസങ്ങളിൽ ഇഷ്ടമില്ലാത്ത ഭക്ഷണമാണ് അല്ലെങ്കിൽ മൂഡില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ പകുതി വരെ കഴിച്ചു കഴിഞ്ഞിട്ട് അമ്മ എടുത്തു തരണമെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ എടുത്തു കൊടുക്കാറുള്ളൂ. അല്ലെങ്കിൽ കഴിയുന്നതും തന്നെ കഴിക്കാനാണ് നമ്മൾ എൻകറേജ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 10:30 10:45 ആകുമ്പോഴത്തേക്കും ആൾ ഉറങ്ങാറുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡ് റൂട്ടീൻ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.